നമസ്കാരം. ഇഡിയുടെ നീക്കത്തോടെ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറി. 9 തവണ സമൻസ് തള്ളിയ കെജ്രിവാളിനെ വീട്ടിലെത്തി 1 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. സംരക്ഷണം ആവശ്യപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇഡി പൊടുന്നനെ നീക്കം നടത്തിയത്. ജനുവരി 31-ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാൻ സോറൻ വിസമ്മതിച്ചു. ഗവർണർക്ക് രാജി സമർപ്പിച്ചതിന് ശേഷമാണ് അറസ്റ്റ് മെമ്മോയിൽ സോറൻ ഒപ്പുവെച്ചത്. 6 മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം റാഞ്ചിയിലെ വസതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ രാജ്ഭവനിലെത്തി ഗവർണർ CP രാധാകൃഷ്ണന് സോറൻ രാജിക്കത്ത് നൽകുകയായിരുന്നു. അറസ്റ്റിന് മുൻപ് മുൻ മുഖ്യമന്ത്രിയാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു സോറൻ ചെയ്തത്. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ലാലു പ്രസാദ് യാദവ്, അന്തരിച്ച ജയലളിത, ചന്ദ്രബാബു നായിഡു, ഓംപ്രകാശ് ചൗത്താല തുടങ്ങിയവരും ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അതേസമയം 1ഉം 2ഉമല്ല 9 തവണയാണ് ഇഡിയുടെ സമൻസിനെ അരവിന്ദ് കെജ്രിവാൾ പുച്ഛിച്ചു തള്ളിയത്. ഹാജരാകില്ലെന്ന് തന്നെയായിരുന്നു ഡൽഹി മുഖ്യന്റെ വാശി. BJP ഇഡിയെ ചട്ടുകമാക്കുകയാണെന്നും സർക്കാരിനെ തന്റെ അറസ്റ്റിലൂടെ വീഴ്ത്താമെന്നാണ് BJP കരുതുന്നതെന്നും ആരോപിച്ച് ഓരോ തവണയും കെജ്രിവാൾ സമൻസ് തള്ളിക്കൊണ്ടിരുന്നു. ഹൈദരാബാദിലെ വസതിയിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിൽ BRS നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ K കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ കെജ്രിവാളിനുള്ള മുന്നറിയിപ്പായിരുന്നു. പക്ഷേ എന്നിട്ടും കെജ്രിവാൾ കുലുങ്ങിയില്ല. സമൻസ് ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കേന്ദ്രത്തിനെതിരായ സംസ്ഥാനങ്ങളുടെ സമരത്തിലുമെല്ലാം കെജ്രിവാൾ സജീവമായി പങ്കെടുത്തു. മോദിയെ ചീത്ത വിളിച്ചു. മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പരുതെന്ന് ഡൽഹിയിലെ വീട്ടമ്മമാരോട് ആഹ്വാനം ചെയ്തു. ഭാര്യ പറഞ്ഞാൽ ഏത് ഭർത്താവിനാണ് കേൾക്കാതിരിക്കാനാകുക എന്നും ചോദിച്ചു. വീട്ടമ്മമാരെ, നിങ്ങൾക്ക് ഞാൻ മാസം 1000 രൂപ പേഴ്സിൽ വെച്ച് തരുമെന്ന് വാഗ്ദാനം നൽകി. വാചകമടിയല്ല, ധനസഹായത്തിലൂടെയാണ് സ്ത്രീ ശാക്തീകരണം നടത്തേണ്ടതെന്ന് പറഞ്ഞ് വനിതകളെ കയ്യിലെടുത്തു. കൂസലില്ലാതെ നടന്ന BJPയെയും ഇഡിയെയും വെല്ലുവിളിച്ചതോടെ കോടതിയെ സമീപിക്കാതെ രക്ഷയില്ലെന്ന് ഇഡിക്കും ബോധ്യപ്പെട്ടു. ഡൽഹി മദ്യനയക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ 15 പേരെയാണ് CBI പ്രതികളാക്കിയിരുന്നത്. അതിൽ ആദ്യ പ്രതി മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയയായിരുന്നു. ഫെബ്രുവരി 26-ന് സിസോദിയയെ CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാർച്ച് 9-ന് ഇഡിയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം 2021 നവംബർ 17-നാണ് പ്രാബല്യത്തിൽ വന്നത്. ലഫ്റ്റനന്റ് ഗവർണറായി VK സക്സേന ചുമതലയേറ്റതിന് പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. ക്രമക്കേടുണ്ടെന്ന് കാട്ടി CBI പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രാബല്യത്തിൽ വന്ന നയം സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അവതരിപ്പിച്ചത്. ഇതുപ്രകാരം നഗരത്തെ 32 സോണുകളായി തിരിച്ചു. ഓരോ സോണിലും പരമാവധി 27 ഔട്ട്ലെറ്റുകൾ തുറക്കാം. ലേലം നടത്തി 849 ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. ഇതോടെ സർക്കാരിന്റെ മദ്യവിൽപ്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു. നയത്തിനെതിരെ വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങൾ രംഗത്തെത്തി. പുതിയ നയത്തിലൂടെ എല്ലായിടത്തും തുല്യമായ രീതിയിൽ മദ്യം വിതരണം ചെയ്യപ്പെടുമെന്ന് സർക്കാർ വാദിച്ചെങ്കിലും വിലപ്പോയില്ല. തുടർന്ന് 2022 ജൂലൈയിൽ പുതിയ നയം റദ്ദാക്കുകയും പഴയത് പുനഃസ്ഥാപിക്കുകയുമായിരുന്നു. മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നേടിയവർക്ക് സർക്കാർ സഹായം ചെയ്തു നൽകിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. പണം കെട്ടിവെക്കുന്നതിന് സർക്കാർ സമയം നീട്ടി നൽകുകയായിരുന്നു. ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കി. അതേസമയം ഖജനാവിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഉന്നത തലത്തിലുള്ള അഴിമതി നടന്നതായാണ് CBIയുടെ കണ്ടെത്തൽ. വലിയ തുക ഉപഹാരമായി നേതാക്കൾ കൈപ്പറ്റുകയും പണം ഗോവയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തുവെന്നും CBI പറയുന്നു. ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വെളിച്ചം വീശിയത്. 1991-ലെ GNCTD നിയമം, 1993-ലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് റൂൾസ്, 2009-2010 വർഷങ്ങളിലെ ഡൽഹി എക്സൈസ് നിയമങ്ങൾ എന്നിവ ലംഘിക്കപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2022 ജൂലൈ 22-ന് ഗവർണർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. CBI കേസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇഡിയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു.